ഓൾവേസ് മുത്തു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇവിടെ എല്ലാ സ്ഥലത്തും ജംഗ്ഷനിലാണ്, ചമ്മണ ജംഗ്ഷനിലാണ്. ഇവിടെ ഒരു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ആൾക്കാരെല്ലാവരും കാത്തിരിക്കുകയാണ്, ഞാനും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കല്ലേ ഇവിടെ. അപ്പോൾ അതൊരു സസ്പെൻസാണ്, നമ്മൾ ഒരു കാണാത്തൊരു സംഭവമാണിത്. നിങ്ങൾക്കായി സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും എൻ്റെ ഹൃദയമായ നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട ബുഷറാത്തെയും ഖൈറും റിസിയാത്തെയും ഷെറീനത്തെയും വൈശാഖത്തെയും അവരുടെയൊക്കെ ഒരു ചിരകാല സ്വപ്നം പൂവണിയുന്ന ഏറ്റവും മനോഹരവും ഏറ്റവും സന്തോഷനിർഭരവുമായിട്ടുള്ള ഒരു സായം സന്ധ്യയിലാണ് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത്. മൈ ലേഡി എന്ന പേരിൽ ഒരു സാനിറ്ററി നാപ്കിൻ യൂണിറ്റിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ഒരു സംരംഭം നമ്മുടെ CDSൻ്റെ ഒരു സാരഥി എന്ന രീതിയിൽ എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. CDSന് കീഴിൽ ചെറുകിട സംരംഭങ്ങളായിട്ട് 10-250 സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഒരു ലാർജ് സ്കെയിലിൽ ഒരു സംരംഭം ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ഭരണസമിതിയുടെയും ഒരു വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിൻ്റെ കൂടെ സാക്ഷാത്കാരമാണ്. ഏതായാലും ഈ സംരംഭകർക്ക് മാത്രമല്ല, ഒട്ടനവധി സ്ത്രീകളുടെ ജീവിതത്തിൽ ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട MLA ബഹുമാനപ്പെട്ട നന്ദേട്ടനെ ഒരുപാട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ നഗരസഭ അധ്യക്ഷനായിട്ടുള്ള പ്രിയപ്പെട്ട ശിവദാസേട്ടനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഉൾപ്പെടുന്ന ഈ ഒരു മേഖലയെ അത്രയും ചേർത്ത് പിടിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട രജിഷേട്ടനെ ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വികസനകാര്യ ചേർത്തിട്ടുള്ള പ്രിയപ്പെട്ട ലത്തീഫ, ചേർന്നിട്ടുള്ള ബാക്കി എല്ലാവരും, ഈ സംരംഭകരുടെ കുടുംബാംഗങ്ങളുണ്ട്, പിന്നെ പ്രിയപ്പെട്ട നാട്ടുകാരുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്. എല്ലാവരെയും ഏറെ ഹൃദ്യമായി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനായിട്ട് ശിവദാസേട്ടനെ ക്ഷണിക്കുന്നു. പൊന്നാനി നഗരസഭയുടെ പ്രാധാന്യമുള്ള ഒരു വിഷയം, എന്നാൽ സർക്കാർ സംവിധാനങ്ങളിൽ പരിഹാരം കാണണമെന്നുള്ള ആഗ്രഹത്തിന് പുറത്ത്, അതല്ലെങ്കിൽ നിശ്ചയദാർഢ്യത്തിന് പുറത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടുതൽ ഊന്നൽ നൽകണമെന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ 10 ലക്ഷം രൂപയാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മൾ വകയിരുത്തിയിട്ടുള്ളത്. ഈ ഒരൊറ്റ വർക്ക് ഗ്രൂപ്പിന് വേണ്ടി മാത്രം. നമ്മുടെ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറായതിൻ്റെ ഭാഗം വിഭാഗം തന്നെ തയ്യാറായിട്ടുള്ളത്. ആ ഒരു അർത്ഥത്തിൽ ഇതിനു വേണ്ടി നാപ്കിൻസ് പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഇത്തരം പദ്ധതികൾക്ക് ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, നഗരസഭ കൗൺസിലർമാർ, അതിലൊക്കെ ഉപരിയായി എൻ്റെ മുമ്പിലിരിക്കുന്ന കുടുംബശ്രീയുടെ പ്രവർത്തകരായിട്ടുള്ള സംരംഭകർ, പ്രിയപ്പെട്ട നാട്ടുകാർ, ഇവിടെ സ്വാഗത പ്രാസംഗികയും ശിവദാസൻ സൂചിപ്പിച്ച രൂപത്തിൽ ഈ സംരംഭക പരിപാടിയുടെ ലക്ഷ്യത്തെപ്പറ്റി നഗരസഭയുടെ പ്രൊജക്റ്റിൽ വെച്ച് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 10 ലക്ഷം രൂപയുടെ സഹായം, അതിൽ 3 ലക്ഷം രൂപ നഗരസഭയുടെ സഹായമായി നൽകുന്ന ഒരു പദ്ധതിയെ സംബന്ധിച്ച് സൂചിപ്പിച്ചത്. ഒരുപാട് പദ്ധതികൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ വരുന്നത്. പഴയ പൊന്നാനിയല്ല ഇപ്പോൾ. ഉന്നത വിദ്യാഭ്യാസം നേടിയവർ, അതുപോലെ തന്നെ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നവർ, അങ്ങനെ ഇല്ല എന്ന ധാരണയിൽ കൂടിയുള്ള പ്രചരണം ഉണ്ടായിരുന്നു. അതിന് മാറ്റം മുന്നോട്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം 10,000 കോടി ആ സ്ഥലം ഭൂമി വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഗവൺമെന്റ് നേതൃത്വത്തിലുള്ള പാർക്കുകൾ വരും. 10 ഏക്കർ സ്ഥലത്തിൽ സംരംഭകർ തയ്യാറാവുകയാണെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കും വ്യവസായം. 3 കോടി രൂപ ഗവൺമെന്റ് അതിന് വേണ്ടി കൊടുക്കും.
അതുപോലെ തന്നെ ഒരു കാരണവശാലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അനാവശ്യമായ നിബന്ധനകൾ ഏർപ്പെടാതെ എല്ലാം പെർമിഷൻ എടുത്ത് പോയാൽ മതി. ചെറുകിട സംരംഭകരിക്കുന്ന ഇപ്പോൾ സാധാരണഗതിയിൽ സാനിറ്ററി ഇത്തരം സാധനങ്ങൾ പോലും പുറത്തുനിന്ന് വന്നിരുന്നത് നമ്മുടെ കേരളത്തിലേക്കകത്തും ഈ പൊന്നാനിയിലും ഉണ്ട്. നമുക്കറിയാം ചക്കക്കുരു പൊടിച്ചത്, പിന്നെ മുക്കും ചക്കക്കുരു പൊടിച്ചതിന് പുറമെ ചക്കക്കുരുവിന്റെ പൊടി കൊണ്ടുള്ള പലഹാരങ്ങൾ വേഗം ഉണ്ടാക്കുന്ന പൊന്നാനി, നമ്മുടെ കറിപ്പൊടികൾ ഉണ്ടാക്കുന്ന പൊന്നാനി യൂണിറ്റുകൾ സ്ത്രീകൾ നടത്തുന്നുണ്ട്. ഇവിടെ പല യൂണിറ്റുകൾ നടത്തുന്നുണ്ട്. ഇപ്പൊ ഒരു മിഷൻ എന്നത് അത് 2 or 3 മിഷനാക്കി മാറ്റാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനം സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രഖ്യാപിക്കാം. വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ ക്ഷണിക്കുന്നു. കൗൺസിലർമാർ, അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, മുന്നോട്ട് വരുന്ന ഈ പദ്ധതി നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാൻ നമുക്കൊക്കെ സാധിക്കണം. പൊന്നാനിയിൽ തന്നെ നമ്മൾ നന്ദേട്ടൻ സൂചിപ്പിച്ച പോലെ പൊന്നാനിയിൽ തന്നെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നഗരസഭയ്ക്ക് തന്നെ ഉപയോഗിക്കാനുള്ള ഒരു സംരംഭം കൂടിയാണത്. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും. എന്തായാലും ഇത്തരം സംരംഭങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങി വന്ന നമ്മുടെ ബുഷറയുടെ അയൽക്കൂട്ടത്തെയും ആ കുടുംബശ്രീയെയും അഭിനന്ദിക്കുകയും അതോടൊപ്പം ഇവർക്ക് ഇതിന് നല്ലൊരു മുന്നേറ്റം ഉണ്ടാവാനും ഇതിൻ്റെ ഒപ്പം നഗരസഭ എന്നും നിങ്ങളെയൊക്കെ സഹായിക്കാൻ നിങ്ങളുടെ കൂടെ ഈ ഭരണസമിതി ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ സംരംഭം ഉദ്ഘാടനം ചെയ്ത ബഹുമാനനായ MLA നന്ദേട്ടൻ, വേദി സന്നിധനായ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു സിദ്ധാർത്ഥൻ, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഷീന, ഈ വാർഡിൻ്റെ കൗൺസിലർ ലത്തീഫ്, അഭിമാനത്തോടെ നമുക്കിന്ന് പറയാവുന്ന 5 സംരംഭങ്ങൾ നഗരസഭയുടെ CDS 1 ഭരണസമിതി അംഗങ്ങളായ ബുഷറയും ഹൈറനേസയും അവരുടെ കൂടെ ഈ സംരംഭത്തിൻ്റെ ഭാഗമായ റസിയയും ഷെറീനയും ആയിഷാബിയും, ഈ 5 പേര് പൊന്നാനിയുടെ കുടുംബശ്രീ ചരിത്രത്തിൽ അടയാളപ്പെടുത്തലുകൾ ആവും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു അഭിമാനകരമായ ഈ സംരംഭം ഇന്ന് നമുക്ക് നാടിന് സമർപ്പിക്കാൻ കഴിഞ്ഞത് എന്ന് ഇവിടെ സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. ഇത് മറ്റ് കുടുംബശ്രീയുടെ ഭാഗമായി ചെറുതും വലുതുമായ സംരംഭങ്ങൾ കേരളത്തിൽ സുഗമമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ വശങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ സഹോദരിമാരും കഴിയണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ സന്ദേശം നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ടീമിൻ്റെ ഉഷയാണ് നന്ദി രേഖപ്പെടുത്തുന്നതിന് ഉഷയെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ നമ്മുടെ അധ്യക്ഷനായ മുനിസിപ്പൽ ചെയർമാൻ സ്വാഗതം പറഞ്ഞ നമ്മൾ പ്രിയങ്കരിയായ CDS ചെയർപേഴ്സൺ കഴിഞ്ഞ ആശംസകൾ അറിയിപ്പിച്ച ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അതുപോലെ ബിബേച്ചി ശ്രീമേച്ചി ഇതൊക്കെ എല്ലാവർക്കും നന്ദി പറയുന്നത്. ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് ഒപ്പം ഉണ്ടായിരുന്നുണ്ട്. വ്യവസായ വകുപ്പിൻ്റെ ഓഫീസർ നിതിൻ സാർ ഞങ്ങളുടെ ഒപ്പം എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. കുറേ ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഈ സംരംഭത്തിന് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതിനൊക്കെ ഞങ്ങൾക്ക് ഒപ്പം നിന്നിട്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം തുണയായി നിന്ന നിതീഷേൻ്റെ നിതിൻ സാർ എല്ലാവർക്കും ഇവിടെ കൂടിയ എല്ലാവർക്കും നമസ്കാരം. ഇതിപ്പോ കഴിച്ച പലഹാരം ഈ സംരംഭകർ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പൊ അവർക്ക് ആ കഴിവുള്ള ആളുകളാണ്.
The night is young, we go, it's strong till dawn. Up all night till the morning comes. We love it so, we go, it's strong for more. Let's get it on and rave all night long. We're the party pioneers. We will bring the fire when we go for a ride. Party pioneers. Things are going well, 'cause we are the party pioneers. The night is young, we go, it's strong till dawn. Up all night till the morning comes. We love it so, we go, it's strong for more. Let's get it on and rave all night long. We're the party pioneers. We will bring the fire when we go for a ride. Party pioneers. Things are going well, 'cause we are the party pioneers. Party pioneers. Party pioneers. Party pioneers. Party pioneers. So come on, let's get സുഹൃത്തുക്കളെ, മൈലേഡി ഉദ്ഘാടനം കഴിഞ്ഞിപ്പോൾ. അപ്പോൾ അതിൽ ഒരു ഉഷറ എന്ന് പറയുന്ന ഒരു 5 പേരാണ് അത് ഇതിൻ്റെ മെയിൻ ആൾ. 5 പേരിൽ ഇപ്പോൾ ഒരു ഉഷറ എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ പല കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഉസ്രത്താനോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഒരാൾ കുറവ്. പിന്നെ എന്താണ്, സുഖല്ലേ? എന്താണ് പേര്? ഉഷറ. നിങ്ങളെ പേരോ? ഷെറീന. നിങ്ങളതോ? ഹൈറുന്നീസ്. നിങ്ങളതോ? റസിയ. ആ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു സംഭവം, ഇത് നമ്മളിപ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ ഉള്ളൊരു സംഭവമാണ് ഇതല്ലേ? ഇവിടെ എവിടെ ഇല്ലല്ലോ, കേരളത്തിൻ്റെ. അതെ, അതിൻ്റെ വേറെ സ്ഥലങ്ങളുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പോൾ ആരെ തലയിലാണ് ഈ ബുദ്ധി ഉദിച്ചത്? ആ, തോന്നി. അല്ല, നമ്മൾ ഈ സ്കൂളിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാലേ കുറച്ച് കൂടുതൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. കരപ്പുള്ള കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ പുറത്തെവിടെയും പോകേണ്ട ആവശ്യമില്ല. രഹസ്യമാക്കി നമുക്ക് സാധനങ്ങൾ മേടിക്കും ചെയ്യാം, ഷോപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ലൊരു പരിപാടി തന്നെയാണ് നിങ്ങളിത്. അപ്പോൾ നിങ്ങൾക്കത് വളരെ സന്തോഷമായിട്ട് ഒരു മുന്നോട്ട് പോകാനുള്ളൊരു ഇത് കൂടി ആവട്ടെ. പിന്നെ വേറെ നിങ്ങളെവിടെ സ്ഥലം? എല്ലാവരും പൊന്നെ തന്നെയാണ്. ഏതാ വാർഡ് ഇത്? 4 14. ആ, ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഒരു സന്തോഷത്തിൽ തന്നെ. നാളെ മുതൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഉദ്ഘാടനം ഇന്നാണ് തുടങ്ങിയത്. ആ, കഴിഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി സാധനങ്ങളൊക്കെ എല്ലായിടത്തും കൊടുത്താ? ഓർഡർ കിട്ടിയോ? പുറത്ത് കൊടുക്കും. അപ്പോൾ മുനിസിപ്പാലിറ്റിയും കൂടി ഇതിന് നമുക്ക് ഒത്താശ ചെയ്തിട്ടുണ്ട്. ഫൈനാൻഷ്യലായിട്ട് അവർ തന്നെ സഹായിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും റിഡക്ഷൻ ഉണ്ടാവും അല്ലേ? ഇതിപ്പോൾ വലിയൊരു എമൗണ്ട് ആവുമല്ലോ അല്ലേ? സാധനം മെഷീനറിയൊക്കെ അവർ തന്നെ കൊടുക്കുന്നത് ഓർഡർ ചെയ്തു. പക്ഷെ അവർ നമ്മളെ സഹായിച്ചു. കുറച്ച് നമ്മളും. ഇതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ജോലി ഉണ്ടോ വേറെ എന്തെങ്കിലും? അപ്പോൾ അത് നല്ലൊരു പദ്ധതിയാണ്. ആ, ഞാനിപ്പോൾ കഴിച്ച മുട്ട മാറ്റമാല, മുട്ട ഷോർക്ക, പിന്നെന്താണ് ഉന്നക്കായ. സീരിയസ്. ഇവർക്ക് നിങ്ങൾ കർമ്മയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ? ഓക്കെ. ഈ സംരംഭം നിങ്ങൾക്ക് നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഓക്കെ. എൻ്റെ ചാനൽ ഓൾവേസ് മുത്തു ബ്ലോഗ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ അമർത്തണം. ഓക്കെ, താങ്ക് യു. നിർമ്മാണ യൂണിറ്റിലെ ഉസരാത്ത, വൈറുന്നീസ, സെറീന, ഉസറ, റസിയ, പിന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ. ഐഷാബിന്ന് എത്തിയിട്ടില്ല, പോയി. നീ നാളെ ജോയിൻ ചെയ്യും.
ഓക്കെ, താങ്ക് യു.